بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون. വചനം 9. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ഇദാ തനാജൈതും, നിങ്ങൾ രഹസ്യ സംസാരം നടത്തുന്നതായാൽ, ഫലാ തതനാജൗ, എന്നാൽ നിങ്ങൾ രഹസ്യ സംസാരം ചെയ്യരുത്, ബിൽ ഇത്മി, പാപം സംബന്ധിച്ച്, വൽ ഉദ്വാനി, അതിക്രമവും, വമഅസിയത്തിർ റസൂലി, റസൂലിനോട് അനുസരണക്കേടും, വതനാജൗ, നിങ്ങൾ രഹസ്യ സംസാരം ചെയ്തുകൊള്ളുവീൻ, ബിൽ ബിർരി, പുണ്യം സംബന്ധിച്ച്, സൽകാര്യം സംബന്ധിച്ച്, വത്തഖ്വ, സൂക്ഷ്മതയും ഭയഭക്തിയും, വത്തഖു, സൂക്ഷിക്കുകയും ചെയ്യുവീൻ, അല്ലാഹല്ലദി, യാതൊരു അല്ലാഹുവിനെ, ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ പരസ്പരം രഹസ്യ സംസാരം നടത്തുന്നതായാൽ പാപവും അതിക്രമവും റസൂലിനോട് അനുസരണക്കേടും സംബന്ധിച്ച് രഹസ്യ സംസാരം നടത്തരുത്. പുണ്യവും ഭയഭക്തിയും സംബന്ധിച്ചു രഹസ്യ സംസാരം നടത്തുകയും ചെയ്തുകൊള്ളുവിൻ. നിങ്ങൾ യാതൊരുവിനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമോ ആ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. വചനം 10. ഇന്നമൻ നജ്വ, നിശ്ചയമായും രഹസ്യ ഭാഷണം, ഗൂഢാലോചന, മിനശ്ശൈത്വാനി, പിശാചിൽ നിന്നു തന്നെ ആകുന്നു, ലിയഹ്സുന, അത് വ്യസനിപ്പിക്കുവാൻ വേണ്ടി, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വലൈസ, അതല്ലതാനും, ബിദാരിഹിം, അവർക്ക് ഉപദ്രവമുണ്ടാക്കുന്നത്, ദോഷം ചെയ്യുന്നത്, ഷൈഅൻ, യാതൊന്നും, ഒട്ടും, ഇല്ലാ ബിഇദ്നില്ലാഹി, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ, വഅലല്ലാഹി, അല്ലാഹുവിന്റെ മേൽ, ഫൽയതവക്കൽ, എന്നാൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ, അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ. നിശ്ചയമായും ആ രഹസ്യ സംസാരം പിശാചിൽ നിന്ന് തന്നെയുള്ളതാണ്, വിശ്വസിച്ചവരെ വ്യസനിപ്പിക്കുവാൻ വേണ്ടി. അല്ലാഹുവിന്റെ അനുമതിയോടെയല്ലാതെ അവർക്കത് ഒട്ടും ഉപദ്രവം ചെയ്യുന്നതല്ലതാനും. അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ സത്യവിശ്വാസികൾ. 9-10 വചനങ്ങളുടെ വിശദീകരണം. രഹസ്യമായോ ഗൂഢമായോ സംസാരിക്കുകയും കൂടിയാലോചന നടത്തുകയും ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ അത് നല്ല കാര്യത്തിലും വേണ്ടപ്പെട്ട വിഷയത്തിലുമായിരിക്കണം. യഹൂദികളും കപടവിശ്വാസികളും ചെയ്യുന്നതുപോലെ ചീത്തകാര്യങ്ങളിലും ദുരുദ്ദേശത്തോടുകൂടിയും ആകരുത്. എല്ലാം അല്ലാഹുവിനെ സൂക്ഷിച്ചുണ്ടായിരിക്കണം എന്നൊക്കെ അല്ലാഹു സത്യവിശ്വാസികളെ ഉപദേശിക്കുന്നു. അവരുടെ ഗൂഢാലോചന കൊണ്ട് വല്ല ആപത്തും വന്നേക്കുമെന്ന് സത്യവിശ്വാസികൾ ഭയപ്പെടേണ്ടതില്ലെന്നും ഉണർത്തുന്നു. ലിയഹ്സുനല്ലദീന ആമനു, അതായത് സത്യവിശ്വാസികളെ വ്യസനിപ്പിക്കുവാൻ വേണ്ടി എന്ന വാക്യം ശ്രദ്ധേയമാകുന്നു. സത്യവിശ്വാസികൾ തമ്മിലായിരുന്നാലും ഒരു കൂട്ടരുടെ രഹസ്യ സംസാരം മുഖേന മറ്റൊരു കൂട്ടർക്ക് അനിഷ്ടം വരാതെ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് ഇതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നോക്കുക: നിങ്ങൾ 3 പേരായിരുന്നാൽ 2 പേർ തങ്ങളുടെ സ്നേഹിതനെ കൂടാതെ
തമ്മിൽ രഹസ്യ സംസാരം നടത്തരുത്, കാരണം അതവനെ വ്യസനിപ്പിക്കുന്നതാണ്. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം.